let's discuss question number 13. Look, question number 13, the major product of the following reaction. നമുക്ക് തന്നിരിക്കുന്നത് ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട് ആണ്. ആൻഡ് ഇവിടെ തന്നിരിക്കുന്ന റിയേജന്റ് നമ്മൾ നോക്കിയാൽ ഡീഹൈഡ്രോ ഹാലജനേഷന്റെ റിയാക്ടന്റ് ആണ്. അപ്പൊ ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ GC2 എന്ന് പറയാം, അല്ലെ? അപ്പൊ ഇവിടെ നമുക്കറിയാം ആൽക്കഹോളിക് KOH. ആൻഡ് ആൽക്കഹോളിക് KOHന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പൊ ഡീഹൈഡ്രോ ഹാലജനേഷനിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കണം? സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കണം. അപ്പൊ ഇവിടുന്ന് ഒരു ബ്രോമിൻ പോകാനുണ്ട്, അല്ലെ? ഇവിടുന്ന് ഒരു H പോകാനുണ്ട്, ഇവിടുന്ന് ഒരു ബ്രോമിൻ പോകാനുണ്ട്, ഇവിടുന്നും we have H here, similarly here also H. പക്ഷെ നമുക്കറിയാം മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പൊ നമുക്ക് പലയിടത്തേക്കും ഡബിൾ ബോണ്ട് മാറ്റി 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 പ്രതീക്ഷിച്ച് നോക്കാം. ഇവിടെ ആദ്യത്തെ കേസ് ഡബിൾ ബോണ്ട് ഇവിടെ ആകാം, അതല്ല ഡബിൾ ബോണ്ട് ഇവിടെ ആകാം, അല്ലെ? ഒരിക്കലും ഈ ഡബിൾ ബോണ്ടിനെ അവർ പ്രോത്സാഹിപ്പിക്കില്ല. ദിസ് ഡബിൾ ബോണ്ട് ഇറ്റ്സ് എ കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട് വിത്ത് ബെൻസീൻ റിംഗ്. അപ്പോ തീർച്ചയായിട്ടും ഇതിനകത്ത് ഡബിൾ ബോണ്ട് വരുന്നത് ആ ഒരു പാർട്ടിലേക്ക്. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പില് അടുത്ത ഡബിൾ ബോണ്ടിനെ ഇവിടെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം ഇറ്റ് വിൽ റിസൾട്ട് ഇൻ കോൺജുഗേഷൻ, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ്സ് റൈറ്റ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഞാൻ എഴുതുന്നു. ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് പ്രൊഡക്റ്റ് വാട്ട് വി ഗെറ്റ് ബെൻസീൻ റിംഗ് അതേപോലെ അവിടെ ഉണ്ട്. സോ ബെൻസീൻ റിംഗ് ഇൻ ദിസ് വേ. നെക്സ്റ്റ് methyl and here just like this ഇവിടെ ആര് വരുന്നു? ഡബിൾ ബോണ്ട് വരുന്നു. നെക്സ്റ്റ് in this way here ഇവിടെ ആരുണ്ട്? ഒരു Br ഉണ്ട്. ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ കോമ്പൗണ്ട്. ഇനി Br പോയാൽ നമ്മുടെ ഡബിൾ ബോണ്ട് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ വരാം. പക്ഷെ എപ്പോഴും കോൺജുഗേറ്റ് ആയിട്ടുള്ള ഡൈൻസ് ആയിരിക്കും അവർ ഉണ്ടാക്കുക. അപ്പൊ ഡബിൾ ബോണ്ട് പോസിബിലിറ്റി ഇവിടേക്കേ വരികയുള്ളൂ. സോ ലെറ്റ്സ് റൈറ്റ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. എന്തായിരിക്കും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്? നമുക്ക് എഴുതാം ബെൻസീൻ റിംഗ്. ആ ബെൻസീൻ റിംഗില് we have in this way here double bond, next again here you have a double bond, next again like this. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ട് പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? വാട്ട്സ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4, 5, 6, 7. 2-phenyl അല്ലേ? So 2-phenyl എന്ന് പറയുമ്പോൾ we have these two names. Next 7 carbon hepta. ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞും നാലാമത്തെ കാർബൺ കഴിഞ്ഞും. So we have 2,4 diene. So which option can be selected? Option 4 can be selected as our answer for this particular question.